രസമൈനാ മൈന, ഇത് ഞാനാ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. പ്ലീസ് ഒച്ച വെക്കല്ലേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്തേ കാണിച്ചേ? നീ ഒച്ച വെക്കല്ലേ മൈനെ. സത്യത്തിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇറങ്ങി പോയിടുന്ന മൈനെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളതും ചെയ്യാനുള്ളതും ഞാൻ അറിഞ്ഞതാ. മൈന, അതൊക്കെ ഞാനപ്പത്തെ വാശിക്ക് നിന്നോട് ജയിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ നീ എന്നൊന്ന് മനസ്സിലാക്ക്. പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് പറയാൻ. കണ്ടെറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ഇങ്ങനെയാ. എന്റെ ജീവനാ നിങ്ങൾക്ക് വേണ്ടത്? കൊല്ലാനാണെങ്കിൽ അത് എളുപ്പം വേണം. ഈ ജീവിതത്തിൽ ആദ്യമായി അർജുനൻ എന്നോട് ചെയ്യുന്ന കരുണയായിരിക്കും അത്. മറ്റാർക്കും കഴിയാത്ത കാരുണ്യം. മടിക്കണ്ട. പോവാണോ? എന്നെ ഇല്ലാതാക്കി നിങ്ങൾക്ക് സന്തോഷാവും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എന്നെ ശപിക്കുന്നവർക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവനാവും. കൊല്ലാനല്ല മൈനെ, ഞാൻ എന്നും ആഗ്രഹിച്ചത് നിനക്കൊപ്പം ജീവിക്കാനാ. കൊല്ലാനായിരുന്നെങ്കിൽ എനിക്കത് എന്നേ ആവായിരുന്നു. പറഞ്ഞാൽ നീ ചിരിച്ചു തള്ളുന്ന എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാ, ഞാൻ എന്നും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. അർജുനൻ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റുള്ളവർക്ക് വെറുപ്പാ തോന്നുന്നത്. ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ പോലും അറിയാത്തവനാ ഞാൻ. പറഞ്ഞും ചെയ്തും വരുമ്പോ അത് വികൃതമായി പോവും. ഞാൻ എന്താ ചെയ്യ? പക്ഷെ ഒരു കാര്യം സത്യമായിനെ, ഇപ്പോഴും നിന്നെ ഞാൻ സ്നേഹിക്കാം. നിനക്ക് വെറുപ്പായിരിക്കും, അറപ്പായിരിക്കും എന്നെ. പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട്, വേദനകൾ തന്നിട്ടുണ്ട്, എനിക്കറിയാം. നിനക്കപ്പോ ചിരിക്കാൻ തോന്നുന്നുണ്ടാവും. ചെകുത്താന്റെ വേദം പറച്ചിലെന്നും പറഞ്ഞു. ചിരിച്ചോളൂ മൈനെ. നിനക്കെന്നെ ഒരിക്കലെങ്കിലും ഒന്ന് സ്നേഹിച്ചൂടെ? നീ ആർക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യുന്നത്? ഹരിശങ്കറിന് വേണ്ടിയോ? നീ കരുതുന്ന പോലെയല്ല, എല്ലാവരും ചതിക്കുക നിന്നെ. ഞാനൊന്ന് പറഞ്ഞതുപോലെ നിന്നെ ഒടുക്കവർ തെരുവിൽ തള്ളും. ആ ഗതി നിനക്ക് വരരുത്. ഈ ഒരു നിമിഷം, അല്ലെങ്കിൽ ഇപ്പോ ഒന്ന് മൂളിയാൽ നമുക്കൊരു ജീവിതം ഉണ്ടാവും. ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും ആരുടെയും കണ്ണെത്താത്ത ദൂരത്ത് പോവാൻ നമുക്ക്. നീ പറയുന്ന പോലെ ഞാൻ ജീവിക്കാം. പ്ലീസ് മൈനെ, എന്റെ സ്നേഹം അത് നീ ഒന്ന് മനസ്സിലാക്ക്. എല്ലാവരുടെ ശാപം വാങ്ങി എന്തിനാ നീ ഇവിടെ ഇങ്ങനെ കഴിയുന്നു? എന്ത് സംഭവിച്ചാലും നിന്നെ ചതിച്ചവർ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിനും കൊണ്ട് ജീവിക്കണോ നിനക്ക്? എല്ലാം മറക്കാം. ആരെയും ഓർക്കാതെ നമുക്ക് ജീവിച്ചൂടെ മൈനെ? എന്നെ ഒന്ന് വിശ്വസിക്കും. ഇല്ല അല്ലേ? ഹരിശങ്കർ ചതിക്കാൻ നമ്മളെല്ലാവരെയും. നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവൻ അനുഭവിപ്പിക്കും ഞാൻ. നിന്റെ ഹരിയേട്ടന്റെ കണ്ണീര് കാണാൻ കാത്തിരുന്നോ നീ? അവൻ മാത്രം ജയിച്ചാ പോരാ, എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും ഞാനും ജയിക്കും മൈനെ. അന്ന് നീ എല്ലാം അറിയും.
ഡോക്ടറെ വിളിക്കാം. എങ്ങനെയാ അവൻ അകത്തേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അപ്പം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ലോനപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത്. മോൾ ഒച്ച വയ്ക്കുകയോ കരയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാ എനിക്ക് അത്ഭുതം. മൈനെ, നീ എന്റെ മുഖത്തേക്ക് നോക്ക്. അർജുൻ എങ്ങനെ അകത്ത് വന്നത്? അത് നീ അനുവദിച്ചിട്ടാണോ? ഹരിയേട്ടാ, പറയേ, എനിക്കറിയണം. നീ അറിഞ്ഞിട്ടാണോ? അല്ല, സത്യമായിട്ടും അല്ല. പിന്നെ എന്താ നീ അമ്മണിയമ്മയും ലോനപ്പനെയും വിളിക്കാറുന്നത്? അർജുൻ ഇവിടെ വന്ന കാര്യം എന്നെ അറിയിക്കണ്ടെന്ന് ലോനപ്പനോട് പറഞ്ഞെന്തിനാ? നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഹരിയേട്ടന്റെ മുന്നിൽ നിന്നും എനിക്ക് എന്തെങ്കിലും മറച്ചു പിടിക്കാനാവൂ ഹരിയേട്ടാ? അർജുൻ വന്നു, സത്യമാണ്. എന്നോടൊന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു. അതാ ഞാൻ. അവൻ എന്താ നിന്നോട് സംസാരിക്കാനുള്ളത്? പറഞ്ഞു പോയ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. എപ്പോഴും എന്നെ ഇഷ്ടമാണെന്നും ഞാൻ സമ്മതിച്ച എന്നെ സ്വീകരിക്കാൻ അർജുനൻ ഒരുക്കമാണെന്നും ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി എല്ലാം മറന്ന് ജീവിക്കാന്ന് പറഞ്ഞപ്പോ അർജുന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹരിയേട്ടാ. ദുഷ്ടനാ, എനിക്കറിയാം. സത്യമായിരിക്കില്ല പറഞ്ഞതൊന്നും, അതും എനിക്കറിയാം. പക്ഷേ ഹരിയേട്ടാ, ഞാൻ മൂലം ഉണ്ടായ പ്രശ്നങ്ങൾക്കും ഇനി ഉണ്ടാവാൻ പോകുന്ന സങ്കടങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെങ്കിൽ, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ ഞാൻ അർജുനൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാം. ഞാൻ അയാൾക്കൊപ്പം. നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്നാ? എനിക്കിനി വയ്യ ഹരിയേട്ടാ. എല്ലാരും വേദനിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം എനിക്കിനി വയ്യ. നശിച്ച ജന്മ എന്റേത്. സ്നേഹിച്ചവർക്കൊക്കെ കണ്ണീര് നൽകിയ ജന്മ. ശാപം മാത്രം തലയിൽ വാങ്ങിയ ജന്മ ഞാൻ. എന്റെ ഹരിയേട്ടന്റെ ജീവിതം പോലെ ഞാൻ കാരണം. എന്തിനാ ഹരിയേട്ടാ ഇനി ഞാനിങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാനാവോ നിന്നെ? അതിനാണോ ഹരിയേട്ടൻ ഇത്രയും കാലം നിന്നെ? മോളെ, എല്ലാവരുടെയും ജീവിതം സംരക്ഷിക്കാൻ നിന്നെ വലിച്ചെറിയണമായിരുന്നെങ്കിൽ ഹരിയേട്ടനത് എന്നേ ചെയ്യാമായിരുന്നു. അതിനാണോ ഞാൻ എന്റെ നെഞ്ചിലിട്ട് നിന്നെ ഇത്രയും കാലം കാത്തുപിടിച്ചത്? ഇതിനേക്കാളൊക്കെ മുമ്പ് എനിക്ക് നിന്നെ കൊന്നുകളയായിരുന്നില്ലേ? നിന്നോളം വരുതല്ല എനിക്കിന്ന് ആരും.
അകത്തോട്ട് വരാമോ? മോളെ, ഇതാരാണെന്ന് നമുക്കറിയാം. അമ്മ. അമ്മയുടെ പേരെന്താ? അംബിക. മിടുക്കി. മോളെ, ഹലോ വേണു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞില്ലേ തനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാം ഓക്കെ ആവുമെന്ന്. ഇപ്പൊ എന്തായി? അതെ, വേറെ ആരോടും പറയണ്ട. എന്റെ നാവില് ശുക്രനാ. പറഞ്ഞതാ. പവിയെ കൊണ്ടുവരായിരുന്നു. അവന് സ്കൂളിൽ എന്തോ സ്കോളർഷിപ്പിന്റെ പരിപാടി. ഞങ്ങൾക്കൊപ്പം വരാന്ന് ഏറ്റിരുന്നതാ. അവന്റെ കാര്യം അത് പോവാൻ മുങ്ങി അല്ലേ ഗോമോളെ? മോളിക്ക് വാ. ഇതാരാണെന്നറിയാമോ ഗോവുമോക്ക്? പറയേ, ഇതാരാ മോളുടെ? അച്ഛൻ. ഇനി അച്ഛന്റെ പേരൊന്ന് പറഞ്ഞേ, മറന്നോ നോക്കട്ടെ. വേണു. വേണുഗോപൻ. കലക്കിട്ടോ. മോളെ, അപ്പോഴേ സഹോദരി, ഞാൻ ഏറ്റ കാര്യം ശരിയായി വരുന്നു എന്ന് ഇപ്പൊ ഉറപ്പായല്ലോ. അമ്മയെ അച്ഛനെ മാത്രമല്ല, മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ മോള് തിരക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ. പക്ഷേ ഇപ്പോഴും മോള് ഉറക്കത്തിൽ 2 ചെവിയും പൊത്തി പേടിച്ച് കരയുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെനി. എന്നാലേ ഉള്ളിന്റെ കാണാത്തറകളുടെ ഓർമ്മകൾ കൂടി തുറന്നു കിട്ടൂ. പേടിക്കണ്ട, നമുക്കത് കണ്ടുപിടിക്കാം. ഇയാളെന്താണ് ഇവിടെ? ചോദിച്ചായിട്ടില്ലേ ഇവനെന്താ ഇവിടെ കാര്യം? തളർന്ന് ആവതില്ലാതെ കിടക്കുന്ന എന്റെ മോന്റെ മുന്നിൽ തന്നെ വേണോ നിന്റെ രഹസ്യക്കാരനെ വിളിച്ചു കയറ്റാൻ? അച്ഛാ, മിണ്ടരുത്. ഒന്ന് പള്ളെ താഴ്ത്ത് ഞാൻ ഒരുമ്പെട്ടവളെ. പട്ടാ പകലിന് വേണോടി ഇതൊക്കെ? അത്ര ഭൂതിയാണ് അവന്റെ കൂടെ പോയി പുറത്തോടി. നീ എന്റെ മോനെ ഇതിനകത്തൊന്ന് ഒഴിവാക്കി തന്നൂടെ? മകളെ, നമ്മൾ 4 മുതിർന്നവരാ. പക്ഷേ ദേ ഈ കുഞ്ഞിവിടെ നിൽക്കുന്നു. മുത്തശ്ശന്റെ വായിന്ന് ഇതുപോലുള്ള വാക്കുകൾ വീണാലേ ഇവക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ അങ്ങ് പോവും. നിങ്ങളുടെ സംസ്കാരം ദയവീത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കരുത് പ്ലീസ്. നീ എന്നെ മര്യാദ ഒളിപ്പിക്കാൻ പറ്റുന്നോടാ? ഇറങ്ങി പോടാ അവിടുന്ന്. നിനക്ക് ആവശ്യമുണ്ട് ഇവിടെ കൂടെ കൂട്ടിക്കോ. ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ ബാക്കിയുള്ളവർക്ക്. വേണു, താൻ വെറുതെ അപ്സെറ്റ് ആവണ്ട. ഞാൻ തന്റെ അച്ഛനൊന്നും ചെയ്യില്ല. എനിക്ക് മനസ്സിലാവും ഈ മനുഷ്യന്റെ പ്രോബ്ലം. ഞാനൊരു ഡോക്ടറാണേ. നിന്നോടാ പറഞ്ഞ ഇറങ്ങി പോവാൻ. ഈ രഹസ്യ പരിപാടി ഇവിടെ നടക്കില്ല. എടി ഇറക്കി വിടറി ഇവനെ. ബഹളം വയ്ക്കല്ലേ കാരണവരെ, ഞാൻ പോവാ. പോട്ടെ വേണു. പിന്നെ മോളെ ഞാൻ കൊണ്ടുപോവാ കേട്ടോ. പറഞ്ഞില്ലേ, ഒരിത്തിരി നാളൂടെ കാത്തിരുന്നേ പറ്റൂ. മോള് മിടിക്കാങ്ങി വരും. അപ്പോഴേക്കും താനും ഒന്ന് ഉഷാറാവും. മോള് വാ. ആ മോളെ, ഇതാരാ മോളുടെ? മുത്തശ്ശൻ. ആ, താൻ പുറത്തേക്ക് വാ, ശരിയാക്കി തരാട്ടോ. പനക്കളവാ. അച്ഛന്റെ ദേഷ്യവും വെറുപ്പും തീർക്കാൻ ഞാനില്ല ഇവിടെ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ആ ഇറങ്ങിപ്പോയ മനുഷ്യനുണ്ടല്ലോ, ദൈവം അച്ഛ, എനിക്ക് നിങ്ങൾ ആരും കൊടുക്കാത്ത സ്നേഹവും കരുണയും എന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ദൈവം. മോൾ അച്ഛനെ വിളിച്ചില്ലേ മുത്തശ്ശാന്ന്? ആ വിളി പഠിപ്പിച്ചത് അദ്ദേഹം. ഇനിയും മഹാപാപങ്ങൾ വരുത്തി വെക്കല്ലേ അച്ഛ.
നൈസായിരുന്നോ? ഞാൻ വിചാരിച്ചു മറ്റവനായിരിക്കുമെന്ന്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ പോകൂല. ഇതെന്ത് മനുഷ്യനാ? പിന്നെ എന്നിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോയവൻ എന്റെ വേഗത്ത് കൈവെക്കാൻ. അല്ലെങ്കിൽ തന്നെ ഒരു അറ്റാക്ക് കഴിഞ്ഞതാ. അവനുണ്ടകത്ത്. ഈ രാത്രി അവൻ നല്ല രീതിയിൽ അധികാരം കാണിച്ചു പോവരുത്. ഞാൻ പറഞ്ഞതറിയാലോ. അർജുന, ആള് വലിയ SP യാ. എന്തെങ്കിലും പ്രശ്നം വന്നാ എന്തോന്ന് വരാനാടാ? നാട്ടുകാര് ചേർന്ന് ഒരു കോഴിയെ പിടിക്കുന്നു, അത്രേ ഉള്ളൂ. അവൻ പലടവും പയറ്റും. ഇട്ടിട്ട് പോരരുത്. എന്തു വന്നാലും ഞാൻ നോക്കിക്കോ. ശരി. ഞങ്ങളെ നീ ജയിലിൽ കയറ്റരുത്. കേരളത്തിൽ സദാചാര പോലീസിനെതിരെ കേസെടുക്കാൻ ആരും ഇന്നേ വരെ ധൈര്യം കാണിച്ചിട്ടില്ല. SP-യുടെ അല്ല, ആഭ്യന്തരമന്ത്രിയുടെ പോലും രാത്രിയിലുള്ള ഇമാരി സഞ്ചാരങ്ങൾ പിടിച്ചു നിർത്താൻ നമ്മളൊക്കെയാണ് വേണ്ടത്. അതാണ് ലൈൻ. നിങ്ങൾ ചെല്ല്. ഞാനേ ഇവിടുന്ന് കുറച്ച് ആളുകളെ കൂടി കൂട്ടിയിട്ട് വരാം. പ്രശ്നം രൂക്ഷമാകുമ്പോ ഞാൻ പോലീസിനെ വിളിച്ചോളാം. നിങ്ങൾ ചെല്ല് ചെല്ല്. ചെല്ലടാ. ആരുടെ അകത്ത്? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇറങ്ങി വാടാ. നിന്നോട് പറഞ്ഞ് ഇറങ്ങി വിടടാ. എന്താ കാര്യം? കാര്യം ഞങ്ങൾ പറയണോ? ഞങ്ങൾ കുടുംബമായിട്ട് മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നവരാ. എന്താ നിനക്കൊന്നും അറിയില്ലല്ലേ? ഒരുത്തി അവിടെ കൊണ്ട് ഒളിച്ച് താമസിപ്പിച്ചിട്ട് നീ ഇവിടെ കയറിയിടങ്ങുന്ന തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇനി നടക്കില്ല സാറേ. സാറ് മാത്രമല്ല, വേറെ ചില അപരിചിതരും ഇവിടെ പ്രശ്നമാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വരും. ഞങ്ങൾ എന്താ സാറേ ചെയ്യേണ്ടത്? സാറിന് അതൊക്കെ ശരിയായിരിക്കും. ഇത് ഈ നാടിന്റെ പ്രശ്നമോ? ഇവിടെ പോലെ ഓരോരുത്തരെയൊക്കെ ഇവിടെ വന്നില്ല. വേണ്ട സാറേ, ഞങ്ങൾ പൊതുജനങ്ങളാ. പ്രശ്നം രൂക്ഷമാവേ. ആർക്കടാ എന്നെ തല്ലേണ്ടത്? ആർക്കാണ് എന്റെ ജീവൻ വേണ്ടത്? SP ആണെന്നും പറഞ്ഞ് ഒരു ഡിസ്കൗണ്ടും തരില്ല സാറേ. അവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇനി ഇതിവിടെ പറ്റത്തില്ല. എന്താ ഇവിടെ പ്രശ്നം? എന്താണോ? മറിയേ, അങ്ങോട്ട് മറിയണോ? ഇനി ഇതിവിടെ പറ്റില്ല സാറേ. അവരങ്ങോട്ട് മാറ്റിയെടുത്ത് പോ. സർ, തമ്പയ്ക്കോളൂ. ഇവിടെ ഒരു കോൺസ്റ്റബിളിനെ സർ, വായിച്ചു നോക്ക്. ഇതിലുണ്ട് ഹരിയുടെ രാത്രി സഞ്ചാരത്തിന്റെ കഥ. ആ മൈന എന്ന് പറയുന്നവളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചെടുത്തെന്ന് ആളുകൾ വളഞ്ഞിട്ട് പിടികൂടിയെന്ന്.
ഇതെവിടുത്തെ എവിടുന്ന് കിട്ടി നിനക്ക് ഈ മഞ്ഞപ്പത്രം? പത്രം ഏതായാലും എന്താ, വാർത്ത സത്യമാണോന്ന് അറിഞ്ഞാ മതി. വാർത്തയുടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എത്രയോ നല്ല പത്രങ്ങൾ ഈ വീട്ടിൽ വരുത്തുന്നു. അതൊന്നും കൈകൊണ്ട് വിടില്ല. നല്ലതൊന്നും വായിക്കരുത് കേട്ടോ. എന്നെ ഇനി നല്ലതും ചീത്തയൊന്നും പഠിപ്പിക്കണ്ട. ആദ്യം ഇത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേ. എന്നിട്ട് ഇനി ഇവള് അവന്റെ കൂടെ തന്നെ ജീവിക്കണോന്ന് തീരുമാനിക്കേ, അച്ഛനും മോളും കൂടി.